എന്തൊക്കെയല്ലേ വർത്തനം. അപ്പോൾ നമ്മൾ കുറേ കാലത്തിന് ശേഷം വ്ളോഗ് ഒന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്യണേ. നമ്മുടെ ടീം എല്ലാവരും ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഫൈസലാണ് വണ്ടി ഓടിക്കണേ, പിന്നെ ഫസലുണ്ട്, പിന്നെ റാസിക്ക്, പ്രഭാസ്, റാസിക്ക്, അങ്ങനെയാണ് പറയണ്ടോ എല്ലാവരും. വീഡിയോ കഴിയുമ്പോൾ അങ്ങനെ പറയണേ അല്ലേ. നമ്മളിപ്പോ എവിടേക്കാണ് പ്ലാൻ വെച്ചാല് നമ്മളെ കൂടെ അന്ന് നിങ്ങൾ കണ്ട മുസ്തഫ അല്ലെ. മുസ്തഫ എക്സൈസ് ഓഫീസറാണ്. അപ്പൊ ഓനിവിടെ എവിടെയാണ്, നാടുകാണിച്ചുരത്തിന്റെ ബോർഡറിലാണ് ഡ്യൂട്ടി, വൈക്കടവ്. അവിടെ ഡ്യൂട്ടി അവിടെയാണ്. അപ്പൊ ഓൻ ഇന്നലെ ഡ്യൂട്ടി കയറിയതാണ്. ഇന്നിപ്പോ കഴിയും. അപ്പൊ ഓൻ ഇറങ്ങാൻ ജസ്റ്റ് അവിടെ പോവാ, അവിടെ ഒക്കെ ഇങ്ങനെ കറങ്ങാം, അങ്ങനെയൊക്കെയാണ് പ്ലാന്. ഇറങ്ങാൻ എല്ലാവരും എന്താ ലേറ്റ് ആയിക്കണേ. ശരിക്കും എന്താ രാത്രി ഇറങ്ങാൻ കരുതിയതാണ്. അപ്പൊ റാസിക്കിന്റെ പെണ്ണുങ്ങള് ലോക്കിട്ടോനെ ഇറങ്ങിയാൽ ഇന്ന് ഡൈവേഴ്സ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ അവൻ പേടിച്ച്. അപ്പൊ കാരണം പറഞ്ഞില്ല, കാരണം മണല് തട്ടാണ്ടായിരുന്നു. എല്ലാ ട്രിപ്പിലും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവില്ല. പകല് വിടും കേട്ടോ, പകല് വിടും. ഞായറാഴ്ച ഏതായാലും പോകാൻ കഴിയില്ല. അതിന്റെ മുന്നേ കൊണ്ടുപോയി കൊണ്ടുവന്ന അങ്ങനെ ഇവരൊക്കെ അങ്ങനെ ചെയ്യലേ. അതായത് ഇവരൊക്കെ എന്തായാലും എന്താ വെച്ചാലേ, ഇപ്പൊ ഞായറാഴ്ച നമ്മളിപ്പോ എവിടെയും ട്രിപ്പ് അടിക്കണ്ടെങ്കിൽ അതിന്റെ മുന്നത്തെ ദിവസം പെണ്ണുങ്ങളോട് പെണ്ണുങ്ങളിൽ ഞായറാഴ്ച രാവിലെ തന്നെ ഇറങ്ങാണ്ടാല് നല്ല കുത്തു കിട്ടും ഇവർക്കൊക്കെ. അപ്പൊ എന്തെയ്യും ഇവര് ശനിയാഴ്ച വൈകുന്നേരമൊക്കെ ബീച്ചിലോ കാക്കഞ്ചിയിലൊക്കെ പോയി ചായ കൊടുക്കും, ആളെ പറ്റിച്ചാണ്ട്. അങ്ങനെയൊക്കെയാണ് പ്ലാൻ. അപ്പൊ ഇന്നിപ്പോ അങ്ങനെ പോയിട്ട് ഏതായാലും ഇതിപ്പോ ട്രിപ്പായിട്ടൊന്നും അവന് നടക്കണ്ടാവില്ല. ബസ്സിലൊന്നും ഉണ്ടാക്കി ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വെള്ളാമ്പുറത്ത് മന്തി കഴിക്കാൻ വേണ്ടിട്ട് കുഴിമന്തി അല്ലേ ബസ്സിലെ കുഴിമന്തിയാണ്. എവിടെ ഇറങ്ങിയാലും മന്തി വിട്ടാണ്ട് ഒരു പരിപാടിയില്ല. ഇവരൊക്കെ ഒരു ആഴ്ചയിലുള്ള മന്തി തിന്നു പോയിട്ട് അങ്ങനെയാണ് പോയി. പക്ഷെ എല്ലാരും ഇപ്പൊ അൽഫാമിന്ന് കുറച്ച് വിട്ടുന്നാണ്. ഇപ്പൊ എല്ലാരും മന്തിയിലെ പീസ്, അതാണ് ശരിക്കും ഒരു യമന്റെ ഫുഡാണ് മന്തി പറഞ്ഞത്. ഹെൽത്തി ആക്കിയാണ്ടേ, അതായത് മന്തിയിലെ തന്നെ പീസ് അത് കഴിക്കാന്നുള്ള പ്ലാനാണ്. ഇപ്പൊ വരും കേട്ടോ. കൂടുതൽ നിങ്ങൾ ഇങ്ങനെ ആരോഗ്യമാക്കില്ല അവരത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. മന്തി പീസ് ഇങ്ങനെ വരും. നമ്മളിപ്പോ 12 മണിയായിട്ടുള്ളൂ. ഇവര് കുയിന്ന് എടുക്കുള്ളൂ മന്തി. നമ്മള് വന്നോണ്ട് എടുത്താവുന്നില്ലേ, നമ്മള് വന്നോണ്ട് എടുത്തതാണ് പീസ്. ഇപ്പൊ അത് റേറ്റാക്കി തരാം നോക്കട്ടെ. ഇപ്പൊ അവള് ഭയങ്കര ഫോട്ടോജനിക്കാണ്. അങ്ങനെ ഇതിന്റെ ഇത് നമ്മളെ വീഡിയോയിൽ ഇതുവരെ പറഞ്ഞില്ലേ, ഇവനെ കാണാൻ പ്രഭാസിന്റെ പോലെ ഉണ്ടെന്ന് എല്ലാരും പറഞ്ഞിട്ടുണ്ട്. പ്രഭാസ് ഞാൻ ഇതിന്റെ കൂടെ അല്ലേ, ഇതിന്റെ കൂടെ ഞാനത് മെൻഷൻ ചെയ്യാം. ഇതെന്നാ ലിങ്ക് പ്രഭാസ് എന്ന് പറഞ്ഞൊരു വ്ളോഗ് ഉണ്ട്. ഞാൻ ഇതിന്റെ കൂടെ പിൻ ചെയ്യാം. അത് കണ്ടിട്ടല്ല രാവിലെ കമന്റ് ഇട്ടാണ്. ഓക്കെ എത്തിക്കണ്ടോ. മന്തി പീസും ഉണ്ട്. എടുത്തോ ബസ്സിലെ എടുത്തോ എടുത്തോ എടുത്തേ. ജസ്റ്റ് പീസിന്റെ ബസ്സില് ഇവര് വണ്ടി ഓടിക്കാനുള്ള ജസ്റ്റ് പീസ് അയച്ചോ ബസ്സിലെ ക്ഷീണിക്കും. അല്ലെങ്കിൽ റാസിക്കിന് അല്ലെങ്കിൽ ഒരു ഇതില്ല. വേണ്ടി എടുത്തടാ എടാ ഒന്നും കൂടെ ചൂടുള്ള കിട്ടുമോ? ചൂട് വേണം, നല്ല ചൂടുള്ള കിട്ടും. ചാട്ടി കൊടുക്കും പീസ് കണ്ടിട്ട് ഉഷാറാക്കാം. വിട്ടോളൂ ബസ്സിലെടുത്തോ. മന്തി കഴിച്ചാണ്ട് ഇങ്ങനെ ഇരിക്കണം. നമ്മളിപ്പോ ഇറങ്ങുമ്പോൾ തന്നെ 11 മണിയാണ്. അപ്പൊ പിന്നെ നമ്മള് വെള്ളോപ്പുറത്ത് എത്തിയപ്പോ രാവിലത്തെ ശരിക്കും നമ്മള് സ്റ്റവ് കാര്യങ്ങളൊക്കെ ഡിക്കിലുണ്ട്. ഫുഡ് ഉണ്ടാക്കി കഴിക്കാന്നായിരുന്നു. ഇവരെ നമ്മളെ ഫസൽ ഭയങ്കര ഷെഫാണ്. അപ്പൊ ഓനെ കയറുമ്പോൾ ഫുഡ് ഉണ്ടാക്കാന്നൊക്കെ പ്ലാൻ ഉണ്ടായി. പക്ഷെ പൈസയിലാണെങ്കിൽ ഒന്നും കഴിച്ചില്ല. ഓനന്ന് ഫുള്ള് ഡ്രൈവ് ചെയ്യാനുള്ള ഓനും കഴിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോ
അന്ന് എറണാകുളത്തോളം വീഡിയോ ഉണ്ടല്ലേ പാടെ ഹെവി ആയിക്കണ് അങ്ങനെയൊക്കെ. അപ്പൊ ഇന്നിപ്പോ ഞങ്ങളിപ്പോ ഇവിടുന്ന് വെള്ളാമരത്ത് നല്ല മന്തി വെച്ച് അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമ്മള് മുസ്തഫാന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഓന് നാടുകാണി ചുരത്തുള്ള എക്സൈസിന്റെ ചെക്ക് പോസ്റ്റിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ഓന് 24 hour ആയിരുന്നു ഡ്യൂട്ടി. ഇന്നലെ ഡ്യൂട്ടിക്ക് കയറിയതാണ്. ഇന്നിപ്പോൾ ജസ്റ്റ് കഴിഞ്ഞ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ജോയിൻ ചെയ്ത്. പിന്നെ നമ്മളെ പ്ലാന് ഗൂഡല്ലൂരുള്ള ഹട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തൊന്ന് പോയി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് വരാമെന്ന് കരുതി. അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പോയി കുളിച്ചിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് അതങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടാക്കിയ ട്രിപ്പൊന്നുമല്ല. എല്ലാവരും ഇങ്ങനെ ഒന്ന് കൂടിയപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് വരാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ നേരെ ഹട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. അങ്ങനെയാണ് തീരുമാനിച്ചത്. Have you ever heard of the Cherrapunji of the South? Well, there is a place in the Tamil Nadu-Kerala border that has earned this nickname, and it is called Devla village. ഹെൽത്തി ഹെൽത്തി അല്ലേ? ഹെൽത്തി 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 ഹെൽത്തി. നല്ല തണുപ്പത്ത് ഈ ചൂടുള്ള സാധനം നല്ല എന്താണ് ഇതിനെ കുറിച്ച് പറയാൻ വാക്കുകൾ. ഇങ്ങോട്ട് പുറത്തുനിന്ന് വരും. പൈസ ഇല്ല, ഇതൊന്നും പുറത്തിറങ്ങിയ ഇത് നമ്മളുടെ തേച്ച് ഇതിനുള്ള മുറിച്ചതാ ഇങ്ങനെടുത്തോ.